വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നൽകണമെന്നൊക്കെ ആവശ്യം കോടതിയിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി ഉദ്ദേശിച്ചത് ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ എന്തായാലും ഒരു ജഡ്ജ്മെൻറ്റ് തന്നെ നമ്മൾ അംഗീകരിക്കുന്നു. അതായത് കോടതി ഉത്തരവിനെ നമ്മൾ അല്ലെങ്കിൽ കോടതിയുടെ വിധിയെ നമ്മൾ മാനിച്ചുകൊണ്ട് മുന്നോട്ട്. അതെ അതെ. ഇതിനകത്ത് ഇനി അപ്പീൽ പോകുന്ന നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യം പിന്നെ ആലോചിക്കേണ്ട കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടർ ആലോചിച്ച് അതിന് ശേഷം ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അത് പബ്ലിക് പ്രോസിക്യൂട്ടറുമൊക്കെ ആലോചിച്ച് അതിന് ശേഷമുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനുശേഷം വലിയ തോതിൽ, അതായത് നിങ്ങൾക്കെല്ലാം സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ എല്ലായിടത്തും വലിയ തോതിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഉള്ള തലമുറയുടെ ഇങ്ങനെ ഒരു അവരോട് പറയാനുള്ളത് എന്താണ്? അല്ല, ഈ വിധിയൊരു നമ്മളെ പൊതുസമൂഹത്തിന് ഒരു പാഠമാകേണ്ടതാണ്. ഇന്ന് ഒരാളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു വിധി അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണെന്ന. വിഷ്ണുപ്രിയയുടെ അമ്മ കഴിഞ്ഞ ദിവസം 10-ാം തീയതി കേസ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്താത്ത എന്തുകൊണ്ടില്ല? ഇന്ന് അവർ മകൻ്റെ കൂടെ പോയി ഹൈദരാബാദിലാണ്. ഇപ്പോൾ ഹൈദരാബാദ് മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അവർ ഇന്നലെ പോയി. മകന് രാജ്യത്ത് ലീവ് മാത്രമേ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിലുള്ള വിധിയിൽ സംതൃപ്തനാണ്. അതെ അതെ. ഇതിനകത്ത് ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കണം. അതെ അതെ.